ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വരുന്നത് നടിയിൽ തന്നെയാട്ടോ. നടിയിലാണല്ലോ എൻ്റെ മെയിൻ ജോലി. രാവിലെ ഞാൻ ചിന്തിക്കുന്നു ഇപ്പം എന്ത് നടണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നടുന്നത് പച്ചക്കറിയല്ല, പൂച്ചെടിയാണ്. ഇവിടെ ഇപ്പം ഇന്നും ഇന്നലെയായിട്ട് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് മഴ പെയ്തില്ല, ഇന്ന് നല്ല വെയിലിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് പിരിച്ച് കുഴിച്ചിട്ട് ചെറിയ ചെറിയ പോട്ടിലേക്കൊക്കെ ആക്കിയിട്ട് നടട്ടെ എന്ന് വിചാരിച്ചു. കാരണം പിന്നെ പൂച്ചെടി ഒരു രസമാണല്ലോ നമ്മളെ മുറ്റത്ത്. ഇനിയിപ്പോൾ ചെറിയൊരു വീടായാലും ആ വീടിൻ്റെ മുമ്പിൽ നിറയെ പൂക്കളുണ്ടെങ്കിൽ എന്തോ ഒരു ഭംഗിയാണല്ലോ. നമ്മളിങ്ങനെ അടുക്കളയിൽ പണിയെടുത്ത് തളർന്ന് നിൽക്കുമ്പോൾ ഇടയ്ക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. പൂക്കളെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയും വേണ്ട. അപ്പം ഞാനിന്ന് പൂച്ചെടി നടുന്നത് ഏതാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നാ വരി നമുക്ക് കാണാലോ. ഇതാ ഈ ചെടി, ഇതുപോലെ ചെടിയാണ് നടാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഡെയ്സി. ഈ പൂക്കളെ കാണാനുള്ളൊരു ഭംഗിയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ ഇത് മനസ്സിലാവുള്ളൂ. ക്യാമറയിൽ ഇത് അത്ര ഭംഗി വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഒരു പ്രത്യേക തരം കളറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ 2-3 പോട്ടിലേ ഉള്ളൂ. കുറേ പോട്ടിലേക്ക് ആക്കിയാൽ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇത് തന്നെ അങ്ങ് പിടിപ്പിക്കണം എനിക്കൊരാഗ്രഹം. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഒന്ന് കണ്ടിനല്ലോ, വല്ലാത്തൊരു സുഖമാണ്. അപ്പോൾ ഞാനിത് ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് കുറേ പീസാക്കിയിട്ട് വേറൊരു പാത്രത്തിൽ കുറേ പാത്രത്തിലേക്ക് അങ്ങ് നടുക. വേഗം ഉണ്ടാവും. ഞാനങ്ങനെ ഉണ്ടാക്കുന്ന ആളാണ്. വേഗം ഉണ്ടാവും. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മറ്റ് ചെടികളൊക്കെ ഇവിടെയൊക്കെ അല്ലേ പൊട്ടിച്ചെടുക്കുക. എന്താ ഈ തണ്ടൊക്കെ അല്ലേ, എന്നാൽ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിൻ്റെ അടിഭാഗത്തുനിന്നേ എടുക്കണം. ഇത് ചുറ്റും നിറയെ തൈകൾ പോലത്തെ നിറച്ച് പടർന്നുണ്ടായിട്ടുണ്ട്. വേരോട് കൂടി ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് കൊണ്ടുപോയി വേറെ പോട്ടിൽ നടണം. എന്നാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പം അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡേയ്സി ഞാനിങ്ങനെ വീഡിയോയിൽ അങ്ങ് ഇടുമ്പോൾ, ചാനലിടുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ പേര് തൈ തരുമോ, ചെടി തരുമോ, തൈ തരുമോ, മെലസ്റ്റോമ തരുമോ, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടം. കാരണം എങ്ങനെ അവരൊക്കെ എത്തിച്ചു കൊടുക്കുക ഞാൻ വിചാരിക്കും. ഇവിടെ വന്നാൽ ഞാൻ പൊട്ടിച്ചു തരാൻ തയ്യാറാണ്. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ സങ്കടമാവുക. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ മെലസ്റ്റോമൻ്റെയൊക്കെ കൊമ്പ് വെട്ടിയാൻ കളയില്ല. കാരണം റോഡ് സൈഡാണ്, വാഹനം പോണത് കാണൂല. അതുകൊണ്ട് അതങ്ങ് വെട്ടിക്കളയില്ല. ആ വെട്ടിയ തന്നെ എത്ര വീട്ടുകാർക്ക് നടാനുണ്ടാവും. ഇപ്പോൾ സംഭവം എൻ്റെ അടുത്തുണ്ട്, അത് എനിക്ക് എത്തിച്ചു തരാൻ മാർഗമല്ല. അപ്പോൾ എനിക്ക് പാവം തോന്നുന്നു. എൻ്റെ സബ്സ്ക്രൈബർ എന്നോട് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ തരാൻ. നിങ്ങളിവിടെ വന്നോളി, ഞാൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തയ്യാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ വേറൊരു പോട്ടിൽ നിന്നാണ് ഞാൻ തൈ എടുക്കുന്നത്. ഇതിങ്ങനെ നിൽക്കട്ടെ, വേറൊരു പോട്ടിൽ നിന്നാണ്. ഇത് വേറൊരു പോട്ടാട്ടോ. ഈ പോട്ടിൽ ഇതാ തിങ്ങി നിറഞ്ഞിതാ തൈകൾ ഉണ്ടായിട്ടുണ്ട്, തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഈ പോട്ടിൽ ഞാൻ വെക്കും. ബാക്കിയുള്ളത് ഞാൻ കുറേ ഇങ്ങനെ പിരിച്ച് കുഴിച്ചിടാണ് അങ്ങ് വിചാരിച്ചതാ. അതിനിപ്പോൾ ഈ ഒരു ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു. നമ്മൾ ഇനി ചെറിയതല്ലോ ആടെ വെക്കണ്ട, അതൊക്കെ അങ്ങ് വെട്ടിക്കളയാം. ഇതൊന്നും നമുക്കിനി വേണ്ട. ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കൊടുക്കണോ? വെട്ടിക്കൊടുത്താൽ മാത്രമേ വേറെ ചുറ്റും ഉണ്ടാവുള്ളൂ. അപ്പം എങ്ങനെ വെട്ടുന്നെന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല. ഇതൊക്കെ വെട്ടുക ഒക്കെ ഇതിനേക്കാൾ പൂർവാധികം ശക്തിയിൽ ഇനി വന്നോളൂ. ഞാൻ കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഞാൻ കാണിച്ചു തരും എല്ലാം. ഇപ്പോൾ വേണ്ടാത്തത് കുറേ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കൂ, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പൂവുണ്ടാകുന്നത്, നിങ്ങൾ എന്താ വളം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കൂ. ഞാൻ വളം ചെയ്യുന്നത് എന്താന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കലുണ്ട്. എൻ്റെ വീഡിയോ കണ്ടാൽ പിന്നെ അതിൽ സംശയം ഉണ്ടാവൂല, എല്ലാം കാണിക്കൂ. ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ട് ഞാൻ നടലി. ഞാൻ വളമൊന്നും പൈസ കൊടുത്ത് വാങ്ങലൊന്നുമില്ല. പിന്നെ എൻ്റെ അടുക്കള വേസ്റ്റും അതൊക്കെ എൻ്റെ വളം, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്നുണ്ട്, അങ്ങനെ ഒക്കെ ഇട്ടാൽ നമ്മൾ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റൂല കേട്ടോ. നമ്മൾ ദിവസേന രാവിലെ വന്നിട്ട് ഈ ചെടികളെ പരിശോധിക്കണം. ചെടികളുമായിട്ട് നമുക്കൊരു സമ്പർക്കം വേണം, നമ്മൾ സംസാരിക്കുകയൊക്കെ വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോൾ നോക്കണം. ഇപ്പം പുതുതായിട്ട് ഞാൻ ഇക്കൊല്ലം കാണാൻ തുടങ്ങിയത് ഒച്ചി വന്നിട്ട് എൻ്റെ കാബേജൊക്കെ തീർത്തിക്ക്. ഞാൻ ഞെട്ടിപ്പോയിക്ക് ഇത് എന്താ സംഭവം എന്നറിയാം. അപ്പോൾ ഒച്ചുണ്ടോ എന്നുള്ളത് എന്തായാലും എടുത്തങ്ങ് കളയണം, നോക്കിയിട്ട് കാര്യമല്ല. ഒച്ചി പുഴുക്കൾ ഇല തിന്ന് തീർക്കുന്നത് ഒക്കെ നമ്മൾ നോക്കിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് പൂക്കൾ ഉണ്ടാവൂ. അപ്പോൾ നല്ല കുറച്ച് റിസ്ക് ഉണ്ട്.
പൂക്കൾ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല അധ്വാനമുണ്ട്. അപ്പം ഞാനിത് മൊത്തത്തിൽ ഇങ്ങോട്ട് പിരിച്ചെടുക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാട്ടോ. എന്താ ഒന്ന് മാന്തി, എന്താ ഇത് കോരിയെടുക്കുന്നത്, ഇതിങ്ങനെ ഇങ്ങനെ കുഴി ഉണ്ടാക്കണ്ടേ, അതിനൊക്കെ പറ്റുന്ന ഇത്. പിന്നെ കത്തിയോടെ മുറിച്ചെടുക്കാൻ വിചാരിച്ച് കൊണ്ടുവന്നതാ. കത്രിക വേണം, കത്രിക ഇങ്ങനെ ഉണങ്ങിയതൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിത് കത്രിക ഇതൊന്നും ഇപ്പം വേണ്ട, ഇതുകൊണ്ട് ഇങ്ങനെ കോരിങ് എടുക്കട്ടെ എന്ന് വിചാരിച്ചതാ. എൻ്റെ ചെടിയെ മണ്ണ് പാറ പോലെ ഉറക്കൂല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് നിറയെ ചപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഒന്നും ഉറച്ചു പോകൂല. പിന്നെ നമുക്കൊരു ധൈര്യക്കുറവാ, വേര് പൊട്ടിപ്പോണ്ടല്ലോ എങ്ങനെ നമ്മൾ പറഞ്ഞാലോ. എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു മയത്തിലൊക്കെ എടുക്കണം, ചെടിക്കൊന്നും വരരുതല്ലോ. എല്ലാം ഇങ്ങനെ കാണിക്കുന്ന സമയം പോയാലും വേണ്ടിയില്ല, എല്ലാം നിങ്ങളെ കാണിക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെ നടാലോ. എന്താ ഇങ്ങെടുത്തു ഞാൻ ഫുൾ കരിയിലയും അടുക്കള വേസ്റ്റും ഇട്ട മണ്ണത്. ആ മണ്ണായി മാറിയതാ ഇത്. ഒരു 5% മണ്ണുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ കരിയിലയൊക്കെയാ. ഇവിടെ മണ്ണിൻ്റെ കളർ നോക്കി, കറുപ്പ്. പിന്നെ ഈ കരിയിലൊക്കെ ഇട്ടുള്ള ഗുണം എന്താ അറിയോ, വെള്ളം അവിടെ പിടിച്ചു നിൽക്കും, കുറേ നേരത്തിന് പിടിച്ചു നിൽക്കും. പിന്നെ നല്ലൊരു വള, മണ്ണ് പാറ പോലെ ഉറക്കൂല, വേരോട്ടം കിട്ടും. ഇതൊക്കെ വേരാ, ഇതെല്ലാം വേരാ. ഒന്ന് ഞാൻ ഇതിൽ തന്നെ നടും, ബാക്കിയെല്ലാം ഞാൻ പിരിച്ച് കുഴിച്ചിടും. ഇത് എത്ര എണ്ണത്തിനുണ്ട് എന്നറിയോ? അങ്ങനെ അങ്ങോട്ട് വലിച്ച് ഇതിൽ നിന്നോട്ടെ, പാവല്ലേ. ഇതിൻ്റെ മദർ പ്ലാന്റ് ഇങ്ങനെ അങ്ങ് നശിപ്പിക്കണ്ടല്ലോ. ഇതിൽ നിൽക്കട്ടെ. ഇതാണ് ഞാൻ ഒരു 5-6 എണ്ണത്തിൽ നടാൻ പോകുന്നത്. വേര് കണ്ടോ, കണ്ടോ ചെടി കണ്ടോ വേര്, ഇതൊക്കെ വേഗം മുളക്കൂ. ഞാൻ ഇതിൽ നടട്ടെ കേട്ടോ. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്, കളറ് കണ്ടോ, കറുപ്പ് കളറാ. അതെന്താന്ന് പറഞ്ഞാൽ കരിയിലൊക്കെ ആണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നടട്ടെ ഈ ചെടിയിൽ. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്, നല്ല കറുപ്പ് കളർ. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, കരിയില കമ്പോസ്റ്റ് തന്നെയാണ്. പിന്നെ പച്ചക്കറി വേസ്റ്റു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഴത്തോലൊക്കെ അരച്ചിട്ട് കൊണ്ടുപോയി ഒഴിക്കും. മുട്ടത്തോട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇത് നല്ലതാണല്ലോ. പഴത്തോലൊക്കെ ധാരാളം കാൽസ്യം ഉള്ളതാണ്. കാൽസ്യം അങ്ങ് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ചെടികൾക്ക് പൂർവാതെ നല്ല ശക്തിയോട് കൊണ്ട് വളരാനും ഇഷ്ടംപോലെ ശാഖകൾ ഉണ്ടാവാനും, ശാഖകൾ ഉണ്ടായാൽ നിറയെ മുട്ട് വരും. മുട്ട് വന്നാൽ പിന്നെ പൂക്കളായല്ലോ. അപ്പോൾ നമുക്ക് പഴത്തൊലിയെന്നുണ്ടെങ്കിൽ ആരും വലിച്ചെറിയണ്ട കേട്ടോ. പിന്നെ വലിച്ചെറിഞ്ഞാൽ പിന്നെ ചുറ്റുപാവും ഈച്ച, കൊതുക്, പെരിച്ചായി, പാമ്പ് എല്ലാം വരും, മണം വരും, ദുർഗന്ധാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ചെടിയിൽ ഇങ്ങനെ അരച്ചൊഴിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ഇതിൽ തന്നെ നട്ടു, പിരിച്ചെടുത്തിട്ട് ഇതിൽ തന്നെ അങ്ങ് നട്ടു ഈ ചട്ടിയിൽ. ഇനി ബാക്കി ഞാൻ 3 എണ്ണം വേറെ ഒന്നിൽ നടട്ടെ കേട്ടോ. ഒരു പോട്ടിൽ നട്ട് കണ്ടല്ലോ. ഇനി കുറച്ച് വലിയ പോട്ട് വേറൊന്നുണ്ട് ഇതിൽ. ഈ പോട്ട് വൃത്തിയൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനിതിൽ നട്ട് ഒഴിവാക്കിയ പോട്ടാ. അത് തേച്ച് വെക്കിയിട്ടൊന്നുമില്ല. ഇനി മുറ്റത്ത് തന്നെ വെക്കുന്നത്, അകത്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ചളി ഉണ്ടെന്നൊന്നും ആരും പറയരുതേ. പുറം നന്നാക്കാൻ എനിക്കൊരു സമയവും കിട്ടിയില്ല. ചെടി ആളായി ഉഷാറായി വന്നാൽ ഞാൻ മഴയൊക്കെ ഒഴിവായി ഞാൻ തുടക്കൂ. ഇപ്പോഴത്തെ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ കരിയില കമ്പോസ്റ്റ് ഇപ്പം എൻ്റെ അടുത്തില്ല, ചാക്കിന്ന് എടുക്കണം, കുറച്ച് ദൂരെയാണ്. അപ്പം ഞാൻ ഇതിന്ന് വേലിയുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക്, ഇത് ചാണകത്തിന് തുല്യം എന്നാണ് പറയുന്നത്. ചീമക്കൊന്ന നല്ലൊരു വള. ഇതിട്ടാൽ നന്നായിട്ട് കരുത്തിൽ വളരും ചെടികൾ. അപ്പം ഞാൻ ഇതങ്ങിട്ടെ എന്ന് വിചാരിച്ച്. കത്തി വേണം. ഈ ചെറിയ ചെറിയ കമ്പൊക്കെ അതിൽ നിന്നോട്ടെ കേട്ടോ, ഒക്കെ വളമായി മാറിക്കോളൂ. അതൊന്നും നമ്മളൊന്നും ചെയ്യണ്ട. എടുത്ത് ഇല മാത്രം എടുക്കുകയൊന്നും വേണ്ട. ഞാൻ കുറച്ച് മണ്ണിട്ടാട്ടെ, ഇട്ട് കഴിഞ്ഞിട്ട്. ഞാൻ പച്ചക്കറീനെ പോറ്റും പോലെ തന്നെ ഡേസി ചെടീനെ ഞാൻ പോറ്റുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടം ആ ചെടീനെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ,
കുറേ പേർക്ക്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കല്ല, നല്ല അലങ്കാരക്കല്ല് ഞാൻ എൻ്റെ സർപ്പപ്പോള നട്ടപ്പോൾ അലങ്കാരക്കല്ല പച്ച മണ്ണ് തന്നെ കിട്ടു. അപ്പം ഞാൻ കമൻറ്റ് കണ്ട് അത് ഒന്നുകിൽ കരിയിലോ അല്ലെങ്കിൽ വൈക്കോൽ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് മണ്ണ് കൊണ്ട് നാശാവൂരേ. എനിക്ക് മനസ്സിലായിട്ടോ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തത് പച്ചയിലം കിട്ടിയിരുന്നേനു, ഞാനത് മാറ്റു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആരും കളയണ്ട കേട്ടോ, ഇതൊക്കെ ചെടിക്ക് ഉപയോഗിച്ചോളൂ. നമ്മൾ ഈ ചീമക്കൊന്നൊന്ന് വെട്ടിക്കൊടുത്താലുണ്ടല്ലോ ഡബിൾ സ്ട്രോങ്ങിൽ ഇത് വീണ്ടും തളിര് വരും. അപ്പോൾ നമുക്ക് വീണ്ടും വളമൊന്നും പൈസ കൊടുത്ത് ആരും വാങ്ങണ്ട, ഇങ്ങനെയൊക്കെ ട്രിക്ക് അങ്ങ് ചെയ്താൽ മതി. അതുപോലെ പോട്ടും വാങ്ങണ്ട, നമുക്ക് സാധനം കൊണ്ടുവരുന്ന കവറില്ലേ അതിൽ നട്ടാൽ മതി. അതിൽ നട്ടാൽ ചെടി ഉണ്ടാവും, പൂക്കൾ എല്ലാം ഉണ്ടാവും. അപ്പം പൈസ ഇല്ലാത്തവരൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ എത്രയോ നട്ട അങ്ങനെയാ. അപ്പം എൻ്റെ പോട്ടി മിക്സ് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പൂ ഉണ്ടാകുന്നത് ചോദിക്കുന്നവർക്ക് വിശദമായിട്ട് കാണിച്ചിരുന്ന കേട്ടോ. ഇപ്പം കണ്ടല്ലോ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മുട്ടത്തോട് അത് ഇതുമൊക്കെ അരച്ചിട്ട് അങ്ങ് ഒഴിക്കും. ഞാൻ ചെടി നടട്ടെ. ഒന്ന് നട്ടത് കണ്ടല്ലോ, ആ ചട്ടി തന്നെ നട്ട്. ഇത് രണ്ടാമത്തെ, ഇതും വലിയ പോട്ടായതുകൊണ്ടാണ് ഇത് കൂടുതൽ നടുന്നത്. ഇനി ഞാൻ ചെറിയ പോട്ടിലാണ് നടുന്നത്. കണ്ടോ, ഞാൻ ഓരോന്നോരോന്ന് വേറിച്ചെടുത്തത്. വേര് കണ്ടോ, വേരോട് കൂടി വേണം ഇത് നടാൻ. ഇങ്ങനെ നട്ട് പൊറ്റിയാൽ മാത്രമേ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നടന്ന് ഈ പോട്ട് ഞാൻ മാറ്റൂല, ഇത് വലിയ പോട്ടല്ലേ. ഇനി നടുന്നൊക്കെ ചെറുതിലാ. പിന്നെ ഗ്ലൗസ് ഇടണമെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്, എനിക്കറിയാം. പക്ഷെ ഗ്ലൗസ് ആണെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് താനും. പക്ഷെ അത് ഇടുമ്പോൾ എനിക്ക് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. മണ്ണ് ഒന്ന് ഉറക്കാൻ, ഈ ചെടി അങ്ങ് ഉറക്കണമല്ലോ, അതിന് മണ്ണ് കുറച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വിജയകരമായിട്ട് 2 ഡേസി ചെടി ഞാൻ നട്ടു. ഇത് റിപ്പോർട്ട് ചെയ്താലേ ഇത് കൂടുതൽ തളിരും പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഒക്കെ മാറ്റി കൊടുക്കണോ. എൻ്റെ ബാൾസ ഉണ്ട്, ഇനി അടുത്ത് ബാൾസ. ഇപ്പം അതാ 2 നട്ടു, ഇനി 3-4 കൂടി നടാണ്ട്. ഇതാ ഒരു പോട്ടിൽ നിന്ന് ഞാൻ മാറ്റി നട്ടത് എത്ര പാത്രത്തിലേക്കാന്ന് നോക്ക്. ഇത് പിന്നെ അതിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ നട്ടതാ. ഇതിലൊന്ന്, ഇതും കുറച്ച് വലിയ പോട്ടാണ്, ഇതിലും ഇത് നിൽക്കട്ടെ. ഇതെല്ലാം ഞാൻ ഒന്നും കൂടി ഇങ്ങ് ആളായി വന്നിട്ട് ഞാൻ മാറ്റി നടും. ഇത് മണ്ണോട് കൂടി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഞാൻ നടൽ. കാരണം എന്താണെന്നറിയാം, അല്ലാണ്ട് തന്നെ നട്ടാൽ വളർന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ്. ഇപ്പം എത്രണ്ണം കിട്ടി? 2, 4, 6. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇത് ഒരാഴ്ച വെയിലത്ത് വെക്കൂല കേട്ടോ. വെയിലത്ത് വെക്കൂല, മഴ കൊള്ളിക്കൂല, ഒന്നും ചെയ്യൂല. എനിക്ക് ചെടിക്ക് തന്നെ ഒരു ICU ഉണ്ട്. ICUല ഞാനിത് കൊണ്ടുപോയി വെക്കൽ. എന്നിട്ട് ഇങ്ങനെ ആളായി തളിര് വന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പുറത്തേക്ക് എടുക്കൂ. അല്ലെങ്കിൽ ഇത് നാശമായി പോലെ. എനിക്കിങ്ങനെ ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചത് കൊണ്ട് ഞാൻ വല്ലാത്ത ശ്രദ്ധിക്കല. മക്കളെ പോറ്റും പോലെ പോറ്റുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുക കേട്ടോ. വേരോട് കൂടി ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. ഞാൻ കഴിഞ്ഞ മാസം നട്ടതാ അത് കേട്ടോ. കണ്ട പൂട്ടത് എന്താ അടിയിൽ ശാഖകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്താ പൂട്ട കണ്ടോ, എന്തൊരു ഭംഗിയാലേ. ഇത് വേറൊന്ന്, ഇതും ഞാൻ 2 ആഴ്ച മുമ്പ് നട്ടതായിരുന്നു. ഇതിലും ശാഖകളൊക്കെ വന്ന്. ഇനി മേലൊന്ന് പൊട്ടിച്ചു കൊടുക്കണം, എന്നാൽ പിന്നെ ശാഖ നല്ല സ്ട്രോങ്ങിൽ വരും. ഈ പൊട്ടിച്ചു കൊടുക്കാൻ തോന്നൂല, ഈ പൂക്കളെ ഭംഗിയോണ്ടേ. മേലൊക്കെ പൂവിടുമല്ലോ. 2 ഉഷാറായി കണ്ടില്ലേ. ഇത് പിന്നെ അങ്ങ് പൂവിട്ട് തന്നു സന്തോഷിപ്പിച്ചു നമ്മളെ. ഈ പൂവൊക്കെ ഉണ്ടായത് കുറവാ, ഇത്രയൊന്നും അല്ല ഉണ്ടാവുക. അത് മഴക്കാലായത് കൊണ്ടാണ് ഇതിങ്ങനെ കുറഞ്ഞത്. ചെടികൾക്ക് സൂര്യപ്രകാശം കിട്ടണമല്ലോ, അത് കിട്ടൽ കുറച്ച് കുറഞ്ഞല്ലോ. ഇപ്പം അടുത്ത കാലത്തായിട്ട് മഴ തന്നെ അല്ലായിരുന്നോ. ഇനി അങ്ങ് ഉഷാറായിക്കോളൂ. ഇനി നല്ല അടിപൊളിയാക്കും. ഞാൻ എല്ലാം വീഡിയോ ഞങ്ങൾ ഓരോ അപ്ഡേറ്റ് ഞങ്ങളെ കാണിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒന്ന് പോട്ടിൽ നിന്ന് മാറ്റുന്നതും കുറേ
പാത്രത്തിലേക്ക് മാറ്റുന്നതും ഉണ്ടാക്കുന്നതും അതിലെന്താ നറുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.